നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. മിഥുന മാസഫലം 2026 നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. 2026 ജൂൺ മാസത്തെ വിശദമായ നക്ഷത്ര ഫലങ്ങൾ. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. സാമ്പത്തികമായി അനുകൂലമായ ഒരു കാലഘട്ടമാണിത്. കോടതി വ്യവഹാരങ്ങളിൽ ഒരു ഒത്തുതീർപ്പിലൂടെ വിജയം നേടാൻ സാധ്യതയുണ്ട്. കൂടാതെ അപ്രതീക്ഷിത ധനലാഭവും പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് ഇപ്പോൾ അതിനുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാം. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം നേടാൻ സാധിക്കും. ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുമെങ്കിലും ആലോചനയില്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒഴിവാക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണിത്. കഠിനാധ്വാനം ഉയർന്ന വിജയത്തിലേക്ക് നയിക്കും. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഉയർന്ന പദവികളിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഇടവം രാശി, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണിത്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് തലവേദന, ത്വക്ക് രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധ നൽകണം. അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ഒപ്പുവെക്കുമ്പോഴും ഇടപാടുകൾ നടത്തുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക. വളരെ കാലമായി കാത്തിരുന്ന ചില ആനുകൂല്യങ്ങൾ ഈ മാസം ലഭിച്ചേക്കാം. തൊഴിൽ രംഗത്തുണ്ടാകുന്ന അസ്വസ്ഥതകളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുന്നത് പുതിയ അവസരങ്ങളിലേക്ക് വഴി തുറക്കും. മിഥുനം രാശി, മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഈ മാസം ഉചിതമായിരിക്കും. സമയത്തിന് ആഹാരം കഴിക്കാൻ കഴിയാതെ വരിക, ദേഹാസ്വസ്ഥ്യങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, നേത്ര സംബന്ധമായ അസുഖങ്ങൾ എന്നിവ പിടിപെടാൻ സാധ്യതയുണ്ട്. അമിതമായ കോപം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ഇത് പല ദോഷാനുഭവങ്ങൾക്കും വഴിവെച്ചേക്കാം. ജീവിത പങ്കാളിയുമായിട്ടുള്ള തർക്കങ്ങൾ മനസ്സിനെ അസ്വസ്ഥമാക്കിയേക്കാം. ഹൃദ്രോഗികൾ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അതേസമയം ശുക്രന്റെ അനുകൂല സ്വാധീനമുള്ളവർക്ക് വേർപിരിഞ്ഞ ദമ്പതികൾ തമ്മിൽ ഒന്നിക്കാനും ബിസിനസ്സിൽ വലിയ ഉയർച്ച നേടാനും സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ പുതുജീവൻ ലഭിക്കുന്നത് മാനസിക സന്തോഷത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും കാരണമാകും. കർക്കിടകം രാശി, പുണർദം അവസാന കാൽഭാഗം, പൂയമായില്യം. ഈ മാസം വൈകാരികമായി സ്വയം നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. അമിതമായ കോപശീലം കാരണം പല നല്ല അവസരങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾക്കോ പങ്കാളികൾക്കോ ചില ആരോഗ്യ പ്രശ്നങ്ങളോ അപകടങ്ങളോ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയും കരുതലും നൽകുക. വിനോദ മേഖലകളിലും സാഹസിക രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ നേടാനും സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഉചിതമാണ്. ധനനഷ്ടമുണ്ടാകാൻ സാധ്യത കാണുന്നു. വിശ്വസ്തരിൽ നിന്നുള്ള വഞ്ചനകൾ നേരിടേണ്ടി വന്നേക്കാമെന്നതിനാൽ വിവേകത്തോടെ പെരുമാറുന്നത് മാനസിക സംഘർഷം കുറയ്ക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശ ജോലിക്കും ശ്രമിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് വിദേശ കമ്പനികളിൽ നിന്ന് ആകർഷകമായ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ധനഭാഗ്യം ഈ മാസം തേടിയെത്തും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനും നിലവിലുള്ളവ വികസിപ്പിക്കാനും ഇത് മികച്ച സമയമാണ്. ഭക്ഷണസുഖം, കുടുംബത്തിൽ സന്തോഷം, രോഗങ്ങളിൽ നിന്ന് മോചനം, വാഹനഭാഗ്യം, ആഭരണങ്ങൾ പോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വർധനവ് എന്നിവയും ഈ മാസം പ്രതീക്ഷിക്കാം. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. കന്നിരാശി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. ധനപരമായ നേട്ടങ്ങൾ, ബിസിനസ്സിലെ പുരോഗതി, കുടുംബത്തിൽ സന്തോഷം, പുതിയ വീട് വാങ്ങാനുള്ള യോഗം എന്നിവ ഈ മാസം പ്രതീക്ഷിക്കാം. വിദേശവാസം, ദാമ്പത്യ ഐക്യം, വിവാഹം, ആഭരണങ്ങൾ സ്വന്തമാക്കൽ, കീർത്തി എന്നിവയും നിങ്ങളെ തേടിയെത്തും. കാത്തിരുന്ന നിയമന ഉത്തരവുകൾ ലഭിക്കാനും സർക്കാർ സേവനത്തിലേക്ക് പ്രവേശിക്കാനും സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കഴിവുള്ള പ്രകടിപ്പിക്കാൻ അംഗീകാരം നേടാനും മികച്ച അവസരങ്ങൾ ലഭിക്കും. പൊതുവെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സഫലമാകുന്ന സമയമാണിത്. പിതൃസ്വത്ത് ലഭിക്കുകയോ കുടുംബസ്വത്തുക്കൾ വിജയകരമായി വീതിക്കുകയോ ചെയ്തേക്കാം. തുലാം രാശി, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥയാത്രകൾക്ക് ഈ മാസം അവസരങ്ങൾ ലഭിക്കും. എന്നാൽ അമിതമായ കോപവും വൈകാരിക പ്രകടനങ്ങളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചില വേർപാടുകൾ നേരിടേണ്ടി വരാം. മുൻപുണ്ടായിരുന്ന കടമകൾ പൂർത്തീകരിക്കേണ്ടി വരാനും സാധ്യതയുണ്ട്. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മാനഹാനിക്കും സാമ്പത്തിക നഷ്ടത്തിനും കാരണമായേക്കാം. എങ്കിലും കല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും. കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്.
അനാവശ്യമാണ്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട. പങ്കാളിയുമായോ പങ്കാളിയുടെ ബന്ധുക്കളുമായോ ചില തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അന്യരുടെ വാക്കുകൾ വേദനിപ്പിച്ചേക്കാം. സുഹൃത്തുക്കളിൽ നിന്നുള്ള വഞ്ചന ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നതിനാൽ ജാഗ്രത വേണം. ഉറക്കക്കുറവ്, പഠനത്തിൽ തടസ്സങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ എന്നിവയും അനുഭവപ്പെട്ടേക്കാം. എന്നാൽ വ്യാഴത്തിന്റെ അനുകൂല സ്വാധീനമുള്ളവർക്ക് കൃഷി, പക്ഷി, മൃഗാദികളുടെ വിപണനം എന്നിവയിൽ നിന്ന് വലിയ ധനലാഭം, വാഹനഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാം. ഈ മേഖലകളിൽ നിന്ന് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. വെല്ലുവിളികളെ അതിജീവിക്കാൻ ആത്മവിശ്വാസം സഹായകമാകും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽ ഭാഗം. ഈ മാസം ചില മാനസിക വെല്ലുവിളികളെ നേരിടേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകളും ആശയവിനിമയത്തിലെ പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകൾക്കും ബിസിനസ് പങ്കാളിത്തത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വഴിവെച്ചേക്കാം. മനസ്സ് അസ്വസ്ഥമാകുന്നതിനാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നാം. അനാവശ്യമായ ഉത്കണ്ഠകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദമ്പതികൾക്കിടയിൽ ഐക്യത കുറയാനും പങ്കാളിക്കോ മക്കൾക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. കുട്ടികളുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതും പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നതും ചെറിയ ആശങ്കകൾക്ക് കാരണമായേക്കാം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വിദ്യാവിജയം, വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി വിദേശ യാത്ര, താമസം എന്നിവ ഈ മാസം അനുഭവത്തിൽ വരും. ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. ശത്രുഹാനി, രോഗശാന്തി, കാര്യവിജയം, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, ജീവിത സൗഭാഗ്യം എന്നിവ ഈ മാസത്തിന്റെ പ്രത്യേകതകളാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളോ സമ്മാനങ്ങളോ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുകയും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യും. ജീവിത നിലവാരം ഉയർത്താനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും സാധിക്കുന്നതാണ്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സംസാരം മൂലം ചില ദോഷങ്ങൾ വരാനിടയുള്ള സമയമായതിനാൽ വാക്കുകളിൽ നിയന്ത്രണം ആവശ്യമാണ്. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി നിയമപരമായ പ്രശ്നങ്ങളോ അപ്രീതിയോ നേരിടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അതീവ ജാഗ്രത പാലിക്കുക. അടുത്ത ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ചില ദോഷാനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഭൂമി ലാഭം, വാഹനഭാഗ്യം, മേലധികാരിയുടെ പ്രശംസ എന്നിവയും ഈ മാസം ലഭിക്കും. വാത, പിത്ത രോഗങ്ങളുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. തൊഴിലിടങ്ങളിൽ ചില ശത്രുതകൾ വരാൻ ഇടയുണ്ട്. മാനസികമായ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ വലിയ ഇടപാടുകൾ തൽക്കാലം മാറ്റിവെക്കുന്നത് ഉചിതമായിരിക്കും. ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കാം. കുടുംബത്തിൽ സ്വസ്ഥത കുറയാനും ചില തെറ്റിദ്ധാരണകൾ വരാനും സാധ്യതയുണ്ട്. അനാവശ്യ ബന്ധങ്ങൾ വഴി മാനഹാനിയും സാമ്പത്തിക നഷ്ടവും വരാനിടയുള്ളതിനാൽ അതീവ ശ്രദ്ധ പുലർത്തണം. തൊഴിലിൽ ക്ലേശങ്ങൾ വർദ്ധിക്കാനും മേലധികാരിയുടെ അപ്രീതിക്ക് പാത്രമാകാനും സാധ്യതയുണ്ടെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും ഉണ്ടാവുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.